നമസ്കാരം. ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് എഴുതിയ കഥ പറയാം കേൾക്കൂ, മോക്ഷവും ഗജവും. ഹോ, വിശന്നിട്ടു വയ്യ. ഇതുവരെ ഒരു വസ്തുവും കഴിച്ചിട്ടില്ല എന്നു പറഞ്ഞ് മോഷു എലിക്കുട്ടൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. പോകും വഴി അതിമനോഹരമായ പഴത്തോട്ടം അവൻ്റെ കണ്ണിൽപ്പെട്ടു. ഹയ്യടാ, ഹയ്യ, ഹയ്യയ്യ, നല്ലൊരു തോട്ടം കണ്ടല്ലോ. വാഴപ്പഴങ്ങളും ഞാവൽപ്പഴങ്ങളും മാങ്ങയും ചക്കയും. ഹയ്യയ്യ, തണ്ണിമത്തനുമുണ്ട്, വെള്ളരിക്കയുണ്ട്, കണ്ടാൽ കൊതിയൂറും പൈനാപ്പിളും. തോട്ടത്തിലെ പഴങ്ങളിൽ ഏതു തിന്നണമെന്നറിയാതെ മോഷു അന്തം വിട്ടു. അവൻ ചുറ്റും നോക്കി, എന്നിട്ട് സാവധാനം ഓരോ പഴങ്ങളായി കഴിച്ച് രുചി നോക്കി. ഒന്നും മുഴുവൻ തിന്നാതെ കുറച്ചു മാത്രം കഴിച്ച ശേഷം ബാക്കി ഉപേക്ഷിച്ചു. അങ്ങനെ ആ തോട്ടമാകെ ഓടി നടന്ന് എല്ലാ പഴങ്ങളുടെയും രുചി എറിഞ്ഞ് തിന്നു. പെട്ടെന്ന് വലിയൊരു ചിഹ്നം വിളി കേട്ട് അവൻ ഞെട്ടിപ്പോയി. തോട്ടമുടമയായ ഗജുവാനായിരുന്നു അത്. ആരടാ വീര, തോട്ടത്തിൽ കയറി എല്ലാം കടിച്ച് നശിപ്പിക്കുന്നു? ആരുമില്ലാത്ത തക്കം നോക്കി തോട്ടം നശിപ്പിക്കും കള്ളനാര്? ആനക്കുട്ടിയുടെ ചോദ്യവും ലഹളയും കേട്ട് കൈതച്ചക്ക കടിച്ച് തിന്നുകൊണ്ടിരുന്ന എലിക്കുട്ടൻ പേടിച്ചൊരു ചാട്ടം കൊടുത്തു. അവൻ നേരെ ചെന്ന് വീണത് തോട്ടത്തിലെ ചെളിക്കുണ്ടിലാണ്. ചെളിയിൽ പുതഞ്ഞ എലിയെ കണ്ട് ആനക്കുട്ടിക്ക് ചിരി പൊട്ടി. അമ്പട കേമ, നന്നായി, ചെളിയിൽ വീണു കുഴഞ്ഞല്ലോ. കള്ളത്തരമതു കാട്ടിയിടിൽ നന്മ വരില്ലെന്നറിയുക നീ. മോഷു ആ ചെളിക്കുണ്ടിൽ കിടന്ന് ദയനീയമായി കരഞ്ഞു. അതുകണ്ട് ആനക്കുട്ടിക്ക് പാവം തോന്നി. അവൻ തോട്ടത്തിലെ കുളത്തിൽ നിന്നും തെളിഞ്ഞ വെള്ളമെടുത്ത് എലിക്കുട്ടന് നേരെ സാവധാനം ചീറ്റി. എന്നിട്ട് എലിയെ തുമ്പിക്കൈയിലെടുത്ത് കരയിൽ വെച്ചിട്ട് പറഞ്ഞു, വിശക്കുമ്പോൾ ആഹാരമെടുക്കുന്നത് തെറ്റല്ല, പക്ഷേ അനുവാദം ചോദിക്കാതെ മറ്റുള്ളവരുടെ തോട്ടത്തിൽ കയറി മോഷ്ടിക്കുന്നത് വലിയ തെറ്റാണ്. മാത്രമല്ല, അവനവൻ ആവശ്യമുള്ളതല്ലാതെ ചുറ്റും കാണുന്നത് മുഴുവനും കടിച്ച് കീറി നശിപ്പിക്കുന്നതും വലിയ തെറ്റാണ്. ഈ തെറ്റുകൾ ആവർത്തിക്കില്ലെന്നുറപ്പുണ്ടെങ്കിൽ എന്നോടൊപ്പം ഇവിടെ കൂടിക്കോ. നിനക്കാവശ്യമുള്ള ആഹാരം ഞാൻ തരാം, എനിക്കൊരു കൂട്ടാകുമല്ലോ. ആനക്കുട്ടിയുടെ വാക്കുകൾ കേട്ട് ഭയമകന്ന മോക്ഷു നല്ലവനായ കൂട്ടുകാരനായി അവനോടൊപ്പം കൂടി.